അർദ്ധരാത്രിയിലെ മാങ്കൂട്ടത്തിൽ അൻവർ കൂടിക്കാഴ്ചയിൽ ആടിയുലഞ്ഞ് കോൺഗ്രസ്. UDF ചർച്ചയുടെ വാതിൽ അടച്ച ശേഷം മാങ്കൂട്ടത്തിൽ പോയത് തെറ്റെന്ന് VD സതീശൻ പറഞ്ഞു. ചർച്ചയ്ക്ക് നേതൃത്വം നിർദ്ദേശിച്ചിട്ടില്ല എന്ന് സണ്ണി ജോസഫ് വ്യക്തമാക്കി. ചർച്ചയിൽ തെറ്റില്ലെന്ന് K മുരളീധരൻ പ്രതികരിച്ചു. PV അൻവറിന് മുന്നിൽ UDFന്റെ വാതിൽ കൊട്ടിയടയ്ക്കുകയും VD സതീശൻ വാശിയോടെ അൻവർ വിരുദ്ധതയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്ത പകലൊടുങ്ങിയപ്പോൾ ഓദായിലെ പുത്തൻ വീട്ടിൽ അർദ്ധരാത്രി രാഹുൽ മാങ്കൂട്ടത്തിൽ ചർച്ചയ്ക്കെത്തി. അൻവർ മാങ്കൂട്ടത്തിൽ കൂടിക്കാഴ്ചയുടെ വീഡിയോ ചോർന്നതോടെ അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് ആടിയുലഞ്ഞു. പകൽ വെല്ലുവിളിയും രാത്രി കാലുപിടുത്തവുമാണോ എന്ന ചോദ്യത്തിന് പിന്നിൽ കോൺഗ്രസ് കുടുങ്ങി. ഇതോടെ പ്രതിപക്ഷ നേതാവ് VD സതീശന് നേരിട്ടെത്തി മാങ്കൂട്ടത്തിലിനെ തള്ളിപ്പറയേണ്ടി വന്നു. ചർച്ചയ്ക്ക് പോയത് തെറ്റാണ്, പക്ഷേ സംഘടനാപരമായി വിശദീകരണം ചോദിക്കില്ല. പകരം അനിയനെ പോലെ വ്യക്തിപരമായി ശാസിക്കും എന്നാണ് സതീശന്റെ നിർണായകമായ വാക്കുകൾ. ഞങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല, ജൂനിയർ ആയിട്ടുള്ള ഒരു MLA ആണ് ചുമതലപ്പെടുത്തുന്നത്. അദ്ദേഹം തന്നെ പോയതാണ്. അദ്ദേഹം പോയത് തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പോകാൻ പാടില്ലായിരുന്നു. ഞാൻ വിശദീകരണമൊന്നും ചോദിക്കില്ല. വ്യക്തിപരമായി എനിക്ക് എൻ്റെ സ്വന്തം അനിയനെ പോലെയാണ്. ഞാൻ അവനെ ശാസിക്കും നേരിട്ട്. പാർട്ടി നിയോഗിച്ചിട്ടല്ല ചർച്ചയ്ക്ക് പോയതെന്ന് KPCC പ്രസിഡന്റും തള്ളിപ്പറഞ്ഞു. UDF നേതൃത്വമോ കോൺഗ്രസ് നേതൃത്വമോ അൻവറുമായിട്ട് സംസാരിക്കാൻ രാഹുലിനോട് ആവശ്യപ്പെട്ടിരുന്നില്ല. അതൊരു സൗഹൃദ കൂടിക്കാഴ്ചയായിരിക്കും ഞാൻ കരുതുന്നു. അത് തീർത്തും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു സന്ദർശനമായിട്ട് വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. എന്നാൽ അൻവറിനോട് മൃദു സമീപനം പുലർത്തുന്ന K മുരളീധരൻ പക്ഷേ കൂടിക്കാഴ്ച വ്യക്തിപരമെന്നും തെറ്റല്ലെന്നും പറഞ്ഞു. അല്ല, അത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള കൂടിക്കാഴ്ചയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, പാർട്ടി പറഞ്ഞിട്ടല്ല പോയത്, വ്യക്തിപരമായിട്ട് കണ്ടതാണ്. അപ്പോൾ അതിന് ആ രീതിയിൽ കണ്ടാൽ മതി. ഒന്നും അറിയില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞൊഴിഞ്ഞു. അല്ല, എനിക്കറിയില്ല രാഹുൽ മാങ്കൂട്ടം. അത് എനിക്കറിയില്ല. UDF ആകെ പ്രതിരോധത്തിലായതോടെ ആരും പറഞ്ഞിട്ടല്ല ചർച്ചയ്ക്ക് പോയതെന്ന വിശദീകരണവുമായി രാഹുൽ മാങ്കൂട്ടത്തിലെത്തി. നേതൃത്വം പറയുന്നത് അംഗീകരിക്കുന്നു. തെറ്റാണെന്ന് നേതൃത്വം പറഞ്ഞാൽ തെറ്റ് തന്നെ. പിണറായിസത്തിനെതിരായ പോരാട്ടത്തിൽ നിന്ന് ഫോക്കസ് തെറ്റരുതെന്ന് പറയാൻ മാത്രമാണ് പോയതെന്ന് രാഹുൽ വിശദീകരിച്ചു. പിണറായിസത്തിനെതിരായിട്ട് അവരുടെ ഒരു MLA സംസാരിച്ച ആള് ആ ട്രാക്കിൽ നിന്ന് മാറുന്നു പറഞ്ഞാൽ അയാൾ പിണറായിസത്തിനെതിരെ സംസാരിക്കുന്ന നിർത്തിയെന്നല്ല, അദ്ദേഹത്തിന്റെ ട്രാക്ക് മാറുന്നു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തോട് സംസാരിച്ചത്. അപ്രതീക്ഷിതമായി കിട്ടിയ ആയുധം കൊണ്ട് കോൺഗ്രസിനെ LDF നേതാക്കൾ ആഞ്ഞടിച്ചു. അർദ്ധരാത്രി അൻവറുമായി ചർച്ചയ്ക്ക് പോയതിനെ LDF സ്ഥാനാർത്ഥി M സ്വരാജ് വിമർശിച്ചു. ഓരോരുത്തരും അവരവരുടെ നിലവാരത്തിനനുസരിച്ചുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തുക. അതിൽ നമുക്കെന്തെങ്കിലും അഭിപ്രായം പറയാൻ സാധിക്കില്ല. നമുക്കൊരു ആഗ്രഹവും വെച്ച് പുലർത്താനും കഴിയില്ല. ഓരോരുത്തരും അവരവർക്ക് ചേരുന്ന വിധത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനവും സംഘടനാ പ്രവർത്തനവും നടത്തിക്കൊണ്ടേയിരിക്കും. പകൽ വെല്ലുവിളിയും രാത്രി കാലുപിടുത്തവുമാണ് നടക്കുന്നതെന്ന് DYFI പരിഹസിച്ചു. വിവാദത്തിൽ നിന്ന് തലയൂരാൻ കോൺഗ്രസ് പെടാപ്പാട് പെടുമ്പോഴും ചില ചോദ്യങ്ങൾ ബാക്കിയാണ്. നേതൃത്വത്തിലുള്ള ആരും പറയാതെ ആരോടും പറയാതെ ഒരു യുവ നേതാവ് അർദ്ധരാത്രി ചർച്ചയ്ക്ക് പോകുമോ? ചർച്ചയിൽ പുറമേ രോഷം കൊള്ളുന്നത് സതീശൻ മാത്രമാകുന്നത് എന്തുകൊണ്ടാണ്? വാതിലടച്ചു എന്ന് പറയുമ്പോഴും പിൻവാതിലിലൂടെ ചർച്ചയ്ക്ക് ശ്രമിക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾ നിലമ്പൂരിലെ പോർനിലത്തിൽ ഇനി ഉയർന്നു കേൾക്കും. പകൽ വെല്ലുവിളിയും രാത്രി കാലുപിടുത്തവുമാണ് നടക്കുന്നതെന്ന് DYFI പരിഹസിച്ചു. വിവാദത്തിന് മറുപടി പറഞ്ഞ PV അൻവർ മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി നടത്തി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും രാഹുൽ വന്ന് രഹസ്യ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അദ്ദേഹം പാലക്കാട് മത്സരിക്കുമോ അദ്ദേഹത്തിന് പരിപൂർണ പിന്തുണ ഞാൻ കൊടുത്തതാണ്. ഇതേപോലെ സ്വകാര്യമായി എന്നെ വന്ന് കണ്ടതാ. ഞാൻ ഇന്നുവരെ ഒരാളോട് ഇത് പറഞ്ഞിട്ടില്ലല്ലോ. വിവാദത്തിൽ സതീശൻ മാത്രമാകുന്നത് എന്തുകൊണ്ടാണ്? വാതിലടച്ചു എന്ന് പറയുമ്പോഴും പിൻവാതിലിലൂടെ ചർച്ചയ്ക്ക് ശ്രമിക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾ നിലമ്പൂരിലെ പോർനിലത്തിൽ ഇനി ഉയർന്നു കേൾക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.